അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹസ്തേന്ദ്രാനന ഇന്ദുചൂഡമരുണച്ഛായം ത്രിനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയാ സപത്മകരയാ സ്വാംഗസ്ഥയാ സന്തതം ബീജാപൂരഗദാധനുസ്ത്രിശിഖയു ചക്രാബ്ജപാശോൽപലവ്രീഹ്യഗ്രസ്വവിഷാണരത്നകലശാൻ ഹസ്തൈർവഹന്തിം ഭജേ. ഓം യാ കുന്ദേന്ദുതുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിർ ദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഢ്യാപഹ. ഓം അരുണാം കരുണാതരംകിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഓം ദുർഗേ ദേവി നമസ്തുഭ്യം സർവകാമാർത്ഥസാധികേ മമ സിദ്ധിം അസിദ്ധിം വ സ്വപ്നേ സർവം പ്രദർശയ. ശ്രീ മഹാദേവി നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹോഷ്മളമായ സ്വാഗതം, പ്രണാമങ്ങൾ. നമ്മൾ ഇന്നു മുതൽ ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായിരിക്കുന്ന ലളിതാ സഹസ്രനാമത്തിലെ 10ാമത്തെ അധ്യായം, അതിലെ ഏതാനും നാമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. 10ാമത്തെ അധ്യായം എന്ന് പറയുന്നത് പഞ്ചബ്രഹ്മ സ്വരൂപമാണ്. പഞ്ചബ്രഹ്മസ്വരൂപം എന്ന് പറയപ്പെടുന്ന 10ാമത്തെ അധ്യായത്തിലെ ഏതാനും നാമങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതിലെ തുടക്കം ഇങ്ങനെയാണ്: പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ധ്യാനദ്യാദൃഗ്ധേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപാ ജാഗരണി സ്വപന്തി തൈജസാത്മികാം. ഇങ്ങനെയുള്ള 2-3 ശ്ലോകങ്ങളിലെ നാമങ്ങൾ. ഈ അധ്യായത്തില് ഏകദേശം 109 നാമങ്ങളാണ് ഉള്ളത്. ഈ 10ാമത്തെ അധ്യായത്തില് പഞ്ചബ്രഹ്മസ്വരൂപം എന്ന് പറയപ്പെടുന്ന ഈ അധ്യായത്തില് ഇതിപ്പോ 249ാമത്തെ നാമമാണ്. പഞ്ചപ്രേതാസനാസീന എന്ന് പറയുന്ന ആ നാമം അത് 249ാമത്തെ നാമമായിട്ട് വരും. അവസാനത്തെ ഈ അധ്യായത്തിൽ അവസാനിക്കുന്ന നാമം 340ാമത്തെ നാമം വിഷ്ണുമായ വിലാസിനി. വിഷ്ണുമായ വിലാസിനി എന്ന് അവസാനിക്കുന്ന ആ നാമത്തിൽ അത് 109ാമത്തെ നാമമാണ്. 249ാമത്തെ നാമത്തിൽ തുടങ്ങി 340ാമത്തെ നാമമായിട്ട് വരുമ്പോൾ ഏകദേശം 109ഓളം നാമങ്ങള്. 340ാമത്തെ നാമം എന്ന് പറയുന്നത് വിഷ്ണുമായ വിലാസിനിയാണ്. ഏകദേശം 109ഓളം നാമങ്ങളെ കുറിച്ചാണ് ഈ പഞ്ചബ്രഹ്മസ്വരൂപം എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ നാമമാണ് പഞ്ചപ്രേതാസന സീന. നാമം എങ്ങനെയാണ് പറയാ? പഞ്ചപ്രേതാസനാസീന ഇങ്ങനെയാണ് ഉച്ചരിക്കുക. ഇപ്പൊ ഇവിടെ പഞ്ചം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 5 ആണെന്നുള്ളത്, അല്ലെ? എല്ലാവർക്കും അറിയാം. അതിൽ പഞ്ചപ്രേതാസനാസീന എന്നുവെച്ചാൽ പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായിരിക്കുന്ന
അല്ലെങ്കിൽ കൽപ്പിതമായ ആസനത്തിൽ ആസീനയായവൾ. ആസീനയാവുക എന്ന് പറഞ്ഞാൽ ഇരിക്കുക, സിറ്റ് എന്നുള്ള അർത്ഥമാണ്. ഇപ്പോ 5 പ്രേതങ്ങളാൽ, പഞ്ചെന്ന് പറഞ്ഞാൽ 5 പ്രേതങ്ങളാൽ കൽപ്പിതമായ ആസനത്തിൽ, ഇരിപ്പിടത്തിൽ എന്നർത്ഥം. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നുള്ള അർത്ഥമാണ്, സീറ്റ്. അതില് ആസീനയായവൾ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൾ എന്ന അർത്ഥം. അപ്പൊ എന്താണ് ഈ പഞ്ചപ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇത് നമ്മൾ 58-ാമത്തെ നാമം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് 58-ാമത്തെ നാമം എന്ന് പറയുന്നത്? പഞ്ചബ്രഹ്മാസനസ്ഥിത എന്നാണ്. ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് പഞ്ചബ്രഹ്മാസനസ്ഥിത എന്നുള്ളതാണ്. അത് 58-ാമത്തെ നാമമാണ്. അതിന്റെ ഏകദേശം ഒരേ അർത്ഥമായിട്ട് വരുന്നതാണ് ഈ 249-ാമത്തെ നാമമായ പഞ്ചപ്രേതാസനാസീന എന്നത്. അപ്പോ ആ നാമത്തിന്റെ അർത്ഥം പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായ ആസനത്തിൽ ആസീനയായവൾ, ഇരിക്കുന്നവൾ. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നുള്ള അർത്ഥം. ഇപ്പോ ദേവിയുടെ ആസനം ഏതാണ്? സിംഹാസനം അല്ലെ, സിംഹ വാഹനമാണ്, അതിൽ ഇരിക്കുന്നവൾ എന്നുള്ള അർത്ഥം. ഇവിടെ ആ നാമത്തിലെ ബ്രഹ്മശബ്ദത്തിന് 58-ാമത്തെ നാമത്തിലെ ആ ബ്രഹ്മശബ്ദം പഞ്ച ബ്രഹ്മാസനസ്ഥിത എന്നാണ് 58-ാമത്തെ നാമം. അതിലെ ആ നാമത്തിലെ ബ്രഹ്മശബ്ദത്തിന് പഞ്ചബ്രഹ്മം എന്നുള്ളതിന് ഇവിടെ പഞ്ചപ്രേതം എന്നുള്ള അർത്ഥമുള്ളൂ. മനസ്സിലായോ? അർത്ഥം ഒന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അവിടെ ബ്രഹ്മം എന്ന് പറയുന്നതിന് ഇവിടെ പഞ്ചപ്രേതം എന്നുള്ള അർത്ഥമുള്ളൂ. ഇവിടെ ആ നാമത്തിലെ 58-ാമത്തെ നാമമായ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന അതിലെ ആ നാമത്തിലെ ബ്രഹ്മശബ്ദത്തിന് പകരം ഇവിടെ പ്രേത ശബ്ദം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. 58-ാമത്തെ നാമത്തിലെ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന അതിലെ ആ ബ്രഹ്മം എന്ന ആ നാമത്തിന്, ആ പദത്തിന് പകരം ഇവിടെ പ്രേത എന്നുള്ള നാമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചപ്രേതാസനാസീന എന്ന് പറഞ്ഞാൽ പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായ ആസനത്തിൽ ആസീനയായവൾ എന്ന് നാമത്തിന് അർത്ഥം. ഇവിടെ പ്രേതശബ്ദം പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നീ മൂർത്തികളെ തന്നെയാണ് പ്രേതശബ്ദം കുറിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ 5 എന്ന് ഉപയോഗിക്കുന്ന അതില് ഇങ്ങനെയാണ് വരിക: വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. ഇതാണ് 5 ആയിട്ടുള്ളത്. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. നമ്മള് ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥാഭേദങ്ങളെ കുറിച്ച് ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥാഭേദങ്ങൾ? സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതൊക്കെയാണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം അല്ലെങ്കിൽ ലയം, തിരോധാനം, അനുഗ്രഹം. പക്ഷെ ഇതിൽ സാധാരണയ്ക്ക് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം അല്ലെങ്കിൽ ലയം എന്നുള്ളത് അല്ലെ? ഇത് സർവ്വസാധാരണമായിട്ട്. പക്ഷെ ഇനി 2 അവസ്ഥയും കൂടെ ഉണ്ട്. അതിതാണ് തിരോധാനം, അനുഗ്രഹം. അപ്പൊ ഇങ്ങനെ 5 അവസ്ഥകളാണ് ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന് ഉള്ളത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. പ്രപഞ്ചത്തിന്റെ 5 അവസ്ഥാഭേദങ്ങൾ, ചേഞ്ചസ് ആണ്. ഇങ്ങനെയാണ്. 1 സൃഷ്ടി, ഉണ്ടാവുക, അത് നിലനിൽക്കുക, അവസാനിക്കുക എന്നുള്ള അർത്ഥത്തിൽ. സൃഷ്ടി, സ്ഥിതി, സംഹാര അല്ലെങ്കിൽ ലയം എന്നുള്ള അർത്ഥം. തിരോധാനം, 4ാമത്തെ തിരോധാനം, 5ാമത്തെ അനുഗ്രഹം. ഈ 5 അവസ്ഥകൾക്ക് ഓരോരുത്തരും ഓരോരോ ദേവന്മാര് ഉത്തരവാദികളാണ്. സൃഷ്ടിക്ക് ആരാണ്? ബ്രഹ്മാവ് അല്ലെ? സ്ഥിതിക്ക് വിഷ്ണു, ലയത്തിന് സംഹാരം എന്ന് പറയുന്നത് ശിവൻ എന്നുള്ളതാണ്. പിന്നെ തിരോധാനം,
അതിന് എന്താണ് ഈശ്വരൻ, അനുഗ്രഹം എന്നുള്ളതിന് സദാശിവൻ. അപ്പൊ ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ 5 അവസ്ഥാഭേദങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കുന്ന ഈ 5 ദേവന്മാരെ, 5 ശക്തികളെ ഇവിടെ പഞ്ചപ്രേതങ്ങൾ എന്ന് പറയുന്നു. അത് പഞ്ചബ്രഹ്മം എന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. ഇനി എന്തുകൊണ്ട് പഞ്ചബ്രഹ്മവും പഞ്ചപ്രേതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ പ്രപഞ്ചത്തിന്റെ 5 അവസ്ഥാഭേദങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലായി. ഈ ഓരോ അവസ്ഥകൾക്ക് ഏതാണ് ഉത്തരവാദികളായിരിക്കുന്ന ദേവന്മാര് എന്ന് മനസ്സിലാക്കി. അപ്പോ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നീ മൂർത്തികളെ തന്നെയാണ് പ്രേത ശബ്ദം എന്ന് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവരെ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ബ്രഹ്മാവിനായാലും ശരി, വിഷ്ണുവിനായാലും, രുദ്രനായാലും, ഈശ്വരനായാലും, സദാശിവനായാലും ഇവരെ അവരവരുടെ ശക്തികളോട് ചേർന്നിരിക്കുമ്പോൾ, ഇപ്പൊ ബ്രഹ്മാവിന്റെ ശക്തി എന്ന് പറയുന്ന സാധാരണ നമ്മൾ എന്താണ് സരസ്വതി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, വിഷ്ണുവിന്റെ മഹാലക്ഷ്മി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, ഈശ്വരന്റെ പാർവതി എന്നോ അങ്ങനെ. അപ്പോ ഈ ഓരോ ദേവന്മാർക്ക് അവരുടെ ശക്തികളുണ്ട്. അവരോട് ചേർന്നിരിക്കുമ്പോൾ അതിനെ പഞ്ചബ്രഹ്മം എന്നും, ശക്തിരഹിതമായിട്ട് ഇരിക്കുമ്പോൾ അവരെ പ്രേതം എന്നുള്ള വ്യത്യാസം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇവരെ, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ, ഇവര് അവരവരുടെ ശക്തികളോടുകൂടി ചേർന്നിരിക്കുമ്പോൾ പഞ്ചബ്രഹ്മാക്കൾ. അവിടെയാണ് നമ്മൾ 58ാമത്തെ നാമത്തിൽ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഈ അർത്ഥമാണ് അവിടെ യോജിക്കുക. ഇന്ന് അതല്ലെങ്കിൽ ഈ ശക്തികളോട് ചേർന്നിരിക്കുന്നില്ല എങ്കിൽ അവര് ശക്തിരഹിതരാകുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരെ വിളിക്കുന്നത് പഞ്ചപ്രേതങ്ങൾ എന്ന് പറയുന്നു. പ്രേത ശബ്ദത്തിന് അതാണ് വ്യത്യാസം. ഇവിടെ ഈ ശക്തികളോട് ചേർന്ന് ഇരിക്കുന്ന ആ അവസ്ഥയില് ഇവരെ പറയുന്ന പേര് പഞ്ചബ്രഹ്മാക്കൾ എന്നും, ശക്തികളോട് ചേർന്നല്ല അവർ ഇരിക്കുന്നത് എന്ന് വരുമ്പോൾ പഞ്ചപ്രേത എന്നും അർത്ഥം ഗ്രഹിക്കാവുന്നതാണ്. മനസ്സിലാവുന്നു?